ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാനായിട്ട് ഇനിയിപ്പോൾ രണ്ടാഴ്ചയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാലേട്ടൻ്റെ ഒരു പുതിയ വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. 7ൻ്റെ പണി എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ 8ൻ്റെ പണി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സീസൺ 7 ആയതുകൊണ്ട് 7ൻ്റെ പണി എന്നാണ് പറയുന്നത്. ലാലേട്ടൻ 8ൻ്റെ പണിയായിട്ടല്ല കേട്ടോ, 7ൻ്റെ പണിയായിട്ടാണ് വരുന്നത്. എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ പ്രൊമോ ഒക്കെ അടിപൊളി പ്രൊമോ ആണ്. എല്ലാവർക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് കാണാനായിട്ട്. വീഡിയോ ഇപ്പോൾ തന്നെ ഒരുവിധം വൈറലാണ്. എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ അത് വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ആ വീഡിയോയിൽ ഭയങ്കര കട്ട കലിപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ പറയാറുണ്ടല്ലോ, ഭയങ്കര സേഫ് ഗെയിമാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഫേക്കാണ്, യഥാർത്ഥത്തിൽ ആൾ ഇങ്ങനെയല്ല, ഇയാൾ ഇതിലും അകത്ത് വന്ന് ഫേക്ക് കളിക്കുകയാണ്. പിന്നെ ചില ആൾക്കാർ ഭയങ്കര നന്മമരം കളിക്കുകയാണ്. ചിലരിങ്ങനെ ഒളിച്ചിരുന്ന ഉള്ള കളികളാണ്, പുറത്തേക്കൊന്നുമല്ല. ഒരുവിധം സേഫ് ഗെയിം തന്നെ പറയും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ബിഗ് ബോസ് സീസണിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല ആൾക്കാർ നന്നായി കളിക്കും, ഈ ആൾ വന്നു കഴിഞ്ഞാൽ നന്നായി കളിക്കും, ഈ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം വളരെ മോശമായിട്ട് സേഫ് ഗെയിമൊക്കെ കളിച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സീരിയലിൽ നിന്ന് വരുന്ന ഒരുപാട് താരങ്ങളൊക്കെ വന്ന് സേഫ് ഗെയിമേഴ്സ് ആയിട്ട് മാറണം. അവർ ഇമേജ് കോൺഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രേക്ഷകരൊക്കെ അവരെ വെറുത്ത് അവരെങ്ങനെ പുറത്താക്കാനുള്ള രീതിയിൽ വോട്ട് ഒക്കെ അവർക്ക് എതിരെ വോട്ട് ചെയ്യാതെ അവരെ തോൽപ്പിക്കുക എന്നുള്ള രീതിയൊക്കെയാണ് പ്രേക്ഷകരുടെ അടുത്ത്. അപ്പോൾ പ്രേക്ഷകരുടെ അടുത്തുനിന്ന് കുറേ തെറ്റുകളുണ്ട്. പിന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരുണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ, അവരും ഇതുപോലെ തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ പുറത്തായി പോകും എന്ന് തോന്നുമ്പോൾ അയാളുടെ എന്താണ് വീക്ക് പോയിന്റ്, അത്തരത്തിലുള്ള അയാൾക്കത് വിജയിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഗെയിമൊക്കെ കൊടുത്ത് മറ്റാളെ ജയിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ലാലേട്ടൻ തന്നെ വിമർശിക്കുമ്പോൾ ലാലേട്ടൻ ചില ആൾക്കാരോട് വളരെ സോഫ്റ്റായിട്ട് അവരോട് വിമർശിക്കും, ചില ആൾക്കാരെ ശക്തമായിട്ട് വിമർശിക്കുന്നതൊക്കെ നമ്മളുണ്ട്. ഇപ്പോൾ റോബിനോടൊക്കെ വളരെ ശക്തമായിട്ടാണ് ലാലേട്ടൻ വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ അഖിൽമാരോട് വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെ അടുത്തൊക്കെ നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞ സീസണാണ് ഇത് വളരെയധികം നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ സീസൺ വളരെയധികം ഫ്ലോപ്പായി പോയത്. ഒന്ന് രണ്ട് ആൾക്കാർക്ക് നന്നായി കളിച്ചു എങ്കിലും മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഒരു തരം സേഫ് ഗെയിമേഴ്സ് ആയിട്ടാണ് മാറിയത്. നമ്മളിപ്പോൾ യൂട്യൂബറായിട്ടുള്ള സായൊക്കെ പോയിട്ട് എന്താണ് കാണിച്ചത്? ഒന്നും തന്നെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടില്ല. വെറുതെ വരുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങോട്ടും അകത്തേക്കും കാലിന് വയ്യായി, അസുഖമായി, ഡോക്ടറെ അടുത്ത് പോകുന്നു, വീണ്ടും തിരിച്ചു. ഇതൊക്കെ എന്താണ് സിജോ? നല്ലതായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പോലും ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതോടുകൂടിയാണ് മലയാളം ബിഗ് ബോസിനെ എല്ലാവരും വെറുത്ത് തുടങ്ങിയത്. അപ്പോൾ അത് അവരെ അണിയറ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത്തരത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ബിഗ് ബോസ് കാണാനായിട്ട് പ്രേക്ഷകർ കുറയും. കാരണം ഇത് മറ്റുള്ള ലാംഗ്വേജിലൊന്നും ഈ പ്രശ്നമില്ല, മലയാളത്തിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അവർക്ക് തന്നെ മനസ്സിലായി. ഒരുപാട് വിവാദങ്ങളിൽ പെട്ട് ചാനലിന് മോശം, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും മോശം പേര് പറ്റുന്ന രീതിയിലോട്ട് ബിഗ് ബോസ് മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ ഇപ്പോൾ സീസൺ 7 കുറച്ച് വൈകിയാണ് അവർ തുടങ്ങിയത്. ഒരുപാട് പ്രിപ്പറേഷന് ശേഷമാണ് അവർ തുടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അല്ലെങ്കിൽ അവർ എപ്പോഴേ തുടങ്ങണം, അവർക്ക് കാശ് മാത്രമാണ് ഇവർ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹിറ്റിൽ നിൽക്കുന്ന ഒരു പരിപാടിയെ അവർ പെട്ടെന്ന് തുടങ്ങാനല്ലേ ഉദ്ദേശിച്ചത്. പക്ഷേ സീസൺ 6ൻ്റെ ഒരു തിരിച്ചടി അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടനെ വെച്ച് ചെയ്യുന്ന ഓരോ പ്രൊമോകളും അവർ വളരെയധികം സൂക്ഷിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ 7ൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൽ ലാലേട്ടൻ തന്നെ ലാലേട്ടൻ വിമർശിക്കുന്നുണ്ട്. രണ്ട് ലാലേട്ടൻ വന്ന് നിന്നിട്ട് ഒരു ലാലേട്ടനോട് പറയുന്നുണ്ട് സേഫ് ഗെയിമേഴ്സ് ഒന്നും ഇതിനകത്ത് പറ്റൂല, തന്നെ കൂടെ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലൊക്കെയാണ് ആ വീഡിയോയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവർ ഫുള്ളും ഇപ്പോൾ മുൻപ് വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ടായിരിക്കും ഈ സീസൺ 7 വരാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലാലേട്ടനൊക്കെ ഇമേജ് കുറച്ച് കോൺഷ്യസ് ഉള്ള ആളാണ്. ഇപ്പോൾ സൽമാൻ ഖാൻ്റെ പോലെയോ കമൽഹാസനെ പോലെയോ ഒന്നല്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഓരോ ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം ഓരോ എപ്പിസോഡും കണ്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാ സീസണിലും വരുമ്പോഴും ലാലേട്ടൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയില്ല. പിന്നെ അവരുടെ ആ ഒരു പരിപാടിക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നു എന്നല്ലാതെ ലാലേട്ടൻ്റെ മനസ്സിൽ നിന്ന് വന്ന് ഒരാളെ വിമർശിക്കുകയോ ഒരാളെ വഴക്ക് പറയുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സീസൺ 5 മാത്രമാണ് ലാലേട്ടൻ കുറച്ചൊരു മിലിറ്ററി സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ വന്നപ്പോൾ അതിലൊരു കണ്ടസ്റ്റൻ്റ് ചീത്ത പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ജാസ്മിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അതിനേക്കാൾ മോശമായിട്ട് അഖിൽമാരാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ വിമർശിക്കാതെ കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് തോന്നുന്നത് പ്രേക്ഷകർ ഇവരെ കൂടെയാണ്, അപ്പോൾ നമുക്ക് എതിരെ വരുമോ അങ്ങനെയൊക്കെ ഒരു പേടിച്ചിട്ടൊക്കെയാണ് ഇത്ര നാളും ബിഗ് ബോസ് പോയുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്തായാലും സീസൺ 7 വളരെയധികം മാറ്റം ഉണ്ടാവുമെന്നാണ് ഈ ഒരു പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. മാറ്റം ഉണ്ടായാൽ നല്ലതാണ്. മാറ്റം ഉണ്ടെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഇനിയും ബിഗ് ബോസ് കാണാനായിട്ട് ആഗ്രഹിക്കും. ബിഗ് ബോസ് കണ്ടിരുന്ന കുറേ ആൾക്കാർ കാണാതെ ആയിട്ടുണ്ട്, അവരും തിരിച്ചു വരും. അതുപോലെ പുതിയ പ്രേക്ഷകരും ബിഗ് ബോസിന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഇതൊരു നല്ല പരിപാടിയാണ്, പക്ഷേ ഇതിൻ്റെ ആൾക്കാർ തമ്മിൽ വെറുതെ ആവശ്യമില്ലാണ്ട് വഴക്കടിക്കുന്നു. അതിൽ നിന്ന് ആൾക്കാർക്ക് യാതൊരു തര പ്രയോജനവും ഇല്ല ഈ പരിപാടി കൊണ്ട്. അങ്ങനെയുള്ളൊക്കെ ഒരു തോട്ട് കൊണ്ടാണ് ആളുകൾ ഈ ഒരു പരിപാടിയിൽ നിന്ന് പിന്മാറി പോകുന്നത്. പ്രത്യേകിച്ച് മലയാളീസിന് ഇങ്ങനത്തെ പരിപാടികൾ വലിയ താല്പര്യമില്ലല്ലോ. അവർക്ക് സംഗീത പരിപാടികളോ ക്യൂസ് പരിപാടികളോ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളോ താല്പര്യം. ഇപ്പം ഇങ്ങനെയുള്ള പരിപാടിയിൽ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലൊക്കെ വിജയിക്കാൻ അവരുടെ സിനിമ ലോകം, അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേൾഡ് തന്നെ വ്യത്യാസമാണ്. മലയാളികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം. സിനിമ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ കണ്ടന്റിനാണല്ലോ പ്രാധാന്യം. അവിടെ നിന്ന് അങ്ങനെയല്ലോ, കൊമേഴ്ഷ്യലി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഉണ്ട്. മലയാളത്തിൽ കണ്ടന്റ് ബേസ്ഡ് ആണ് എല്ലാതും. അതുപോലെ തന്നെ ഇവിടെയും ബിഗ് ബോസിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു പ്രൊമോ വന്നുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. 2 ആഴ്ച കഴിഞ്ഞ് ആരംഭിക്കുമ്പോൾ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നൊക്കെ ആരൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊക്കെ നമുക്ക് കാണാം. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവർ വരും അവർ വരും എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ പുറത്ത് വിടാതെ അവർ വെച്ചിരിക്കുക. അതുപോലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരാം. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിക്കാം. നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടാവട്ടെ. ഇപ്പോൾ സീരിയലിൽ നിന്നായാലും പുറമേ നിന്ന് ഇപ്പോൾ കോമണേഴ്സ് ആണെങ്കിലും അവർ അവർ തുറന്ന് കളിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഒരു ഇമേജ് അങ്ങനെയൊക്കെ വെച്ചിരുന്ന സേഫ് ഗെയിമേഴ്സിൽ നിന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരെ പിന്തുണയ്ക്കുന്നെങ്കിൽ തോന്നുന്നു. എന്തായാലും ഒരു രാജാവ് ഉണ്ടാവും. അത് എന്തായാലും അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും സപ്പോർട്ടേഴ്സും ഒക്കെ ആയിട്ട് ഒരു രാജാവ് ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു സേഫ് ഗെയിമേഴ്സിന് അതല്ലേ എന്താ പറയുക ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു ലേഡി കണ്ടസ്റ്റൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി വരില്ല എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ നിന്നൊക്കെ ആൾക്കാർക്ക് അത് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ സീസൺ കഴിഞ്ഞതോടുകൂടി അവരെ വഴിക്ക് പോയി. അവർക്ക് യാതൊരു സക്സസ്ഫുൾ ആയിട്ടും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. ഈ ഒരു ബിഗ് ബോസ് കൊണ്ട് അവർക്കൊരു ഗുണം ഉള്ളതായിട്ട് പ്രേക്ഷകർ കാണുന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സീസൺ 7 പ്രേക്ഷകരുടെ ഒരു ചിന്താഗതിയും ഒക്കെ മാറി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും